വേലകൾ കാട്ടണ കുട്ടിച്ചാത്തൻ, പിള്ളേരുടെ താളത്തിൽ തുള്ളണ ചാത്തൻ, രൂപങ്ങൾ ചടപടയെന്ന് മാറണ ചാത്തൻ, കുന്നോളം കഥകൾ ചൊല്ലണ നമ്മുടെ ചാത്തൻ, കണ്ണുകൾ തള്ളണ വേലകൾ കാട്ടണ കുട്ടിച്ചാത്തൻ, പിള്ളേരുടെ താളത്തിൽ തുള്ളണ ചാത്തൻ, രൂപങ്ങൾ ചടപടയെന്ന് മാറണ ചാത്തൻ, കുന്നോളം കഥകൾ ചൊല്ലണ നമ്മുടെ ചാത്തൻ, നമ്മുടെ ചാത്തൻ, കുട്ടിച്ചാത്തൻ സിന്ദാബാദ് സിന്ദാബാദ്, കുട്ടിച്ചാത്തൻ സിന്ദാബാദ്. അരികത്തായി അണയുന്നേ കുട്ടിച്ചാത്തൻ, നിഴലായി കൂടെ നടക്കണ കുട്ടിച്ചാത്തൻ. കൂട്ടായി കാവല് ചാത്തൻ, പാവങ്ങൾ കത്താണിയായി ഒരു ചാത്തൻ, ആശിച്ചതോരോന്നായി നൽകണ ചാത്തൻ, കണ്ണീർ തുടയ്ക്കാനായി വന്നൊരു ചാത്തൻ. ആപത്തിൽ കൂട്ടായി കാവല് ചാത്തൻ, പാവങ്ങൾ കത്താണിയായി ഒരു ചാത്തൻ, ആശിച്ചതോരോന്നായി നൽകണ ചാത്തൻ, കണ്ണീർ തുടയ്ക്കാനായി വന്നൊരു ചാത്തൻ, നമ്മുടെ ചാത്തൻ, കുട്ടിച്ചാത്തൻ സിന്ദാബാദ് സിന്ദാബാദ്, കുട്ടിച്ചാത്തൻ സിന്ദാബാദ്. അരികത്തായി അണയുന്നേ കുട്ടിച്ചാത്തൻ, നിഴലായി കൂടെ നടക്കണ കുട്ടിച്ചാത്തൻ, അരികത്തായി അണയുന്നേ കുട്ടിച്ചാത്തൻ, നിഴലായി കൂടെ നടക്കണ കുട്ടിച്ചാത്തൻ, ചതിയന്മാരെ നേരിടുവാനായി മുന്നിൽ ചാത്തൻ, നേരായ വഴികൾ കാട്ടണ കുട്ടിച്ചാത്തൻ. ഇത് നമ്മുടെ ചാത്തൻ കുട്ടിച്ചാത്തൻ, ഇത് നമ്മുടെ ചാത്തൻ കുട്ടിച്ചാത്തൻ, ഇത് നമ്മുടെ ചാത്തൻ കുട്ടിച്ചാത്തൻ, ഇത് നമ്മുടെ ചാത്തൻ കുട്ടിച്ചാത്തൻ. ഹായ് കൂട്ടുകാരെ, എന്നെ മനസ്സിലായില്ലേ? ഞാനാണ് നിങ്ങളുടെ ചാത്തൻ, കുട്ടിച്ചാത്തൻ. ഞാൻ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? കൂട്ടുകാർക്ക് വേണ്ടി പുതിയ പുതിയ കഥകളും നല്ല നല്ല പാട്ടുകളും പിന്നെ കുറേ നല്ല ഗുണപാഠങ്ങളും പറഞ്ഞു തരുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് കാണാനും കേൾക്കാനും റെഡിയല്ലേ? എങ്കിൽ നമുക്ക് തുടങ്ങാം. കുട്ടിച്ചാത്തൻ. കൂട്ടുകാരെ, നിങ്ങൾ അച്ഛനമ്മമാർ പറയുന്നത് അനുസരിക്കാറുണ്ടോ? അനുസരിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു കഥയിലൂടെ പറഞ്ഞു തരാം. നിങ്ങൾ ഇത് കണ്ടു നോക്കൂ. ജീം ജാം ജൂ. മഹാമടിയനായിരുന്നു ജൂജുമുയൽ. അവൻ സ്വന്തമായി തീറ്റ തേടാതെ അച്ഛനും അമ്മയും തരുന്ന തീറ്റയായിരുന്നു അവന്റെ ഭക്ഷണം. ഒരു ദിവസം ജൂജുവിനോട് അച്ഛൻ പറഞ്ഞു, പണിയെടുക്കാതെ ഭക്ഷണം കഴിക്കാമെന്ന് നീ വിചാരിക്കണ്ട, എന്റെ കൂടെ നീയും തീറ്റ തേടി വരണമെന്ന്. ജൂജുവിന് അത് കേട്ടപ്പോൾ വല്ലാത്ത ദേഷ്യമായി. അവൻ മനസ്സിൽ പറഞ്ഞു, ഒരു സ്നേഹവുമില്ലാത്ത അച്ഛൻ, ഈ അച്ഛനെ ഒരു പാഠം പഠിപ്പിക്കണം. അവൻ ആരും അറിയാതെ അവിടെ നിന്നും അടുത്തുള്ള ഒരു കാട്ടിലേക്ക് നടന്നു നീങ്ങി. ആ സമയത്താണ് ചിന്നുകുരുവിയെ കണ്ടത്. ചിന്നുകുരുവി ചോദിച്ചു, മുയൽക്കുട്ട, എങ്ങോട്ടാണ് ഒറ്റയ്ക്ക് പോകുന്നത്? അപ്പോ ജൂജു പറഞ്ഞു, അച്ഛൻ എന്നോട് ഒരു സ്നേഹവുമില്ല. സ്നേഹമില്ലാത്ത അച്ഛന്റെ കൂടെ കഴിയാൻ ഞാനില്ല. ഞാൻ വേറെ കാട്ടിലേക്ക് പോവുകയാണ്. ഇത് കേട്ടപ്പോൾ ചിന്നുകുരുവി പറഞ്ഞു, നീ മണ്ടത്തരമൊന്നും കാണിക്കല്ലേ, നീ വീട്ടിലേക്ക് തിരിച്ചു പോകണം. പക്ഷേ ജൂജുമുയൽ ഇതൊന്നും കേൾക്കാതെ മുന്നോട്ട് നടന്നുപോയി. അങ്ങനെ പോകുമ്പോൾ അവൻ ചില്ലുവണ്ണാനെ കണ്ടു. ചില്ലുവണ്ണാനും
ജൂജുവിനോട് എങ്ങോട്ടാണ് ഒറ്റയ്ക്ക് പോകുന്നതെന്ന് ചോദിച്ചു. അവൻ ചിന്നുകുരുവിയോട് പറഞ്ഞതുപോലെ ചില്ലുവിനോട് പറഞ്ഞു. ഇതു കേട്ട ചില്ലു, നിന്റെ എടുത്തുചാട്ടം ആപത്തിലേ എത്തൂ. പക്ഷേ ജൂജു ഇത് കേൾക്കാതെ മുമ്പോട്ട് തന്നെ നടന്നു നീങ്ങി. അങ്ങനെ നടന്നു നീങ്ങുന്ന മുയലച്ചനെ ജിംബുക്കുറുക്കൻ കണ്ടു. മുയലച്ച, എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ജിംബു ചോദിച്ചു. ജൂജു നടന്ന കാര്യങ്ങളെല്ലാം ജിംബുവിനോട് പറഞ്ഞു. ആരെങ്കിലും മക്കളെ കൊണ്ട് ജോലി ചെയ്യിക്കുമോ? ജോലികൾ ചെയ്യേണ്ടത് അച്ഛനും അമ്മയും അല്ലേ? ഇത് കേട്ട ജൂജുവിന് വളരെ സന്തോഷമായി. അപ്പോൾ ജിംബുക്കുറുക്കൻ പറഞ്ഞു, മോൻ എന്റെ കൂടെ വാ, ഒരു പണിയും ചെയ്യണ്ട, നിനക്ക് വേണ്ടുന്ന ആഹാരം ഞാൻ തരാം. അപ്പോൾ ജൂജു മനസ്സിൽ പറഞ്ഞു, അച്ഛനെയും അമ്മയെക്കാളും സ്നേഹം ഈ കുറുക്കച്ചനുണ്ട്. ജൂജു മുയൽ ജിംബുവിന്റെ കൂടെ അവന്റെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയതും ജൂജുവിന് കഴിക്കാൻ ആഹാരം കൊടുത്തു. ഈ സമയം ജിംബുവിന്റെ ഭാര്യ ജിംബുവിനോട് ചോദിച്ചു, ഈ മുയലിനെ നമുക്ക് ആഹാരമായി കഴിച്ചാലോ എന്ന്. ഇത് കേട്ട് ജിംബു പറഞ്ഞു, ഇവൻ കുറച്ചുകൂടി വലുതായിട്ട് ഇവനെ തിന്നാം. ഇപ്പോൾ ഇവൻ കുഞ്ഞാണ്. ജിംബു പറഞ്ഞത് ജൂജു മുയൽ കേട്ടു. ഇനി എന്ത് ചെയ്യുമെന്ന് ജൂജു ആലോചിച്ചു. എന്നിട്ട് അവിടെ നിന്നിറങ്ങി ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. ഓടി 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 അവൻ വീട്ടിലെത്തി. ജൂജുവിനെ കണ്ട അച്ഛനും അമ്മയും വളരെ സന്തോഷമായി. ജൂജു അവരോട് ക്ഷമ ചോദിച്ചു. കുട്ടിച്ചാത്തൻ. കൂട്ടുകാരെ, എങ്ങനെയുണ്ടായിരുന്നു കഥ? അനുസരണയില്ലാത്ത മുയലിന്റെ അവസ്ഥ കണ്ടില്ലേ? ഈ കഥയിൽ നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? അച്ഛനമ്മമാർ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം, ഇല്ലെങ്കിൽ അപകടം സംഭവിക്കും. അടുത്തതായി ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ മൃഗങ്ങളെ കണ്ടിട്ടുണ്ടോ? ഏതൊക്കെ മൃഗങ്ങളെ നിങ്ങൾക്ക് അറിയാം? കാട്ടിൽ വസിക്കുന്നവയും വീട്ടിൽ വളർത്തുന്നവയും ഉണ്ട്. അതിൽ കുറച്ച് മൃഗങ്ങളെ നമുക്ക് പരിചയപ്പെടാം. നിങ്ങൾ തയ്യാറല്ലേ? ആദ്യമായി കാട്ടിൽ വസിക്കുന്നവ: സിംഹം, ലയൺ, പുലി, ടൈഗർ, കരടി, ബിയർ, കുറുക്കൻ, ഫോക്സ്, ആന, എലിഫന്റ്, മാൻ, ഡീർ, കുരങ്ങൻ, മങ്കി, ജിറാഫ്, ജിറാഫ്. അടുത്തതായി വീട്ടിൽ വളർത്തുന്നവ: പട്ടി, ഡോഗ്, പൂച്ച, ക്യാറ്റ്, പശു, കൗ, ആട്, ഗോട്ട്, മുയൽ, റാബിറ്റ്. കുട്ടിച്ചാത്തൻ. അപ്പോൾ കൂട്ടുകാർക്ക് മൃഗങ്ങളെ കുറിച്ചുള്ള അറിവ് ലഭിച്ചില്ലേ? നിങ്ങൾ പൂക്കൾ കണ്ടിട്ടില്ലേ? എന്ത് മനോഹരമാണ് അവയെ കാണാൻ. അതിലും മനോഹരമാണ് അവയിൽ തേൻ കുടിക്കാൻ വരുന്ന ചിത്രശലഭങ്ങളെ കാണാൻ. നിങ്ങൾ ചിത്രശലഭങ്ങളെ കണ്ടിട്ടുണ്ടോ? എങ്കിൽ അവയെപ്പറ്റി ഒരു മനോഹരമായ പാട്ടായാലോ? നിങ്ങൾ കേട്ടു നോക്കൂ. ജീം ജാം ജൂ. ഈ സുന്ദര രൂപം നിനക്കു തന്നതിതാരാണ്?
കുട്ടിച്ചാത്തൻ.